കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ലൂക്കായുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 2, 22 മുതൽ 40 വരെയുള്ള തിരുവചനങ്ങൾ. മോശയുടെ നിയമമനുസരിച്ച് ശുദ്ധീകരണത്തിനുള്ള ദിവസങ്ങൾ പൂർത്തിയായപ്പോൾ അവർ അവനെ കർത്താവിന് സമർപ്പിക്കാൻ ജെറുസലേമിലേക്ക് കൊണ്ടുപോയി. കടിഞ്ഞൂൽ പുത്രന്മാരെയൊക്കെയും കർത്താവിൻ്റെ പരിശുദ്ധൻ എന്ന് വിളിക്കപ്പെടണം എന്നും ഒരു ജോഡി ചെങ്ങാലികളെയോ 2 പ്രാവിൻ കുഞ്ഞുങ്ങളെയോ ബലിയർപ്പിക്കണമെന്നും കർത്താവിൻ്റെ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നതനുസരിച്ചാണ് അവർ അങ്ങനെ ചെയ്തത്. ജെറുസലേമിൽ ശിമയോൻ എന്നൊരുവൻ ജീവിച്ചിരുന്നു. അവൻ നീതിമാനും ദൈവഭക്തനും ഇസ്രായേലിൻ്റെ ആശ്വാസം പ്രതീക്ഷിച്ചിരുന്നവനുമായിരുന്നു. പരിശുദ്ധാത്മാവ് അവൻ്റെ മേലുണ്ടായിരുന്നു. കർത്താവിൻ്റെ അഭിഷിക്തനെ കാണുന്നതുവരെ മരിക്കുകയില്ല എന്ന് പരിശുദ്ധാത്മാവ് അവന് വെളിപ്പെടുത്തിയിരുന്നു. പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയാൽ അവൻ ദേവാലയത്തിലേക്ക് വന്നു. നിയമപ്രകാരമുള്ള അനുഷ്ഠാനങ്ങൾക്കായി ശിശുവായ യേശുവിനെ മാതാപിതാക്കന്മാർ ദേവാലയത്തിൽ കൊണ്ടുചെന്നു. ശിമയോൻ ശിശുവിനെ കയ്യിലെടുത്ത് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞു, കർത്താവേ, അവിടുത്തെ വാഗ്ദാനമനുസരിച്ച് ഇപ്പോൾ ഈ ദാസനെ സമാധാനത്തിൽ വിട്ടയക്കണമേ. എന്തെന്നാൽ സകല ജനതകൾക്കും വേണ്ടി അങ്ങൊരുക്കിയിരിക്കുന്ന രക്ഷ എൻ്റെ കണ്ണുകൾ കണ്ടു കഴിഞ്ഞു. അത് വിജാതിയർക്ക് വെളിപാടിൻ്റെ പ്രകാശവും അവിടുത്തെ ജനമായ ഇസ്രായേലിൻ്റെ മഹിമയുമാണ്. അവനെക്കുറിച്ച് പറയപ്പെട്ടതെല്ലാം കേട്ട് അവൻ്റെ പിതാവും മാതാവും അത്ഭുതപ്പെട്ടു. ശിമയോൻ അവരെ അനുഗ്രഹിച്ചുകൊണ്ട് അവൻ്റെ അമ്മയായ പരിശുദ്ധ മറിയത്തോട് പറഞ്ഞു, ഇവൻ ഇസ്രായേലിൽ പലരുടെയും വീഴ്ചയ്ക്കും ഉയർച്ചയ്ക്കും കാരണമാകും. ഇവൻ വിവാദ വിഷയമായ അടയാളവുമായിരിക്കും. അങ്ങനെ അനേകരുടെ ഹൃദയ വിചാരങ്ങൾ വെളിപ്പെടും. നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ തുളച്ചു കയറുകയും ചെയ്യും. ഫനുവേലിൻ്റെ പുത്രിയും ആഷേർ വംശജയുമായ അന്ന എന്നൊരു പ്രവാചികയും അവിടെ ഉണ്ടായിരുന്നു. ഇവൾ കന്യകാപ്രായം മുതൽ 7 വർഷം ഭർത്താവിനോടൊത്ത് ജീവിച്ചു. 84 വയസ്സായ ഈ വിധവ ദേവാലയം വിട്ടുപോകാതെ രാപ്പകൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഉപവാസത്തിലും പ്രാർത്ഥനയിലും കഴിയുകയായിരുന്നു. അവൾ അപ്പോൾ തന്നെ മുന്നോട്ട് വന്ന് ദൈവത്തെ സ്തുതിക്കുകയും ജെറുസലേമിൽ രക്ഷ പ്രതീക്ഷിച്ചു കൊണ്ടിരുന്ന എല്ലാവരോടും ഈ ശിശുവിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തു. കർത്താവിൻ്റെ നിയമപ്രകാരം എല്ലാം നിവർത്തിച്ച ശേഷം അവർ സ്വനഗരമായ ഗലീലയിലെ നസറത്തിലേക്ക് മടങ്ങി. ശിശു വളർന്നു, ജ്ഞാനം നിറഞ്ഞു ശക്തനായി. ദൈവത്തിൻ്റെ കൃപ അവൻ്റെ മേൽ ഉണ്ടായിരുന്നു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, ഇന്നത്തെ തിരുനാളിൽ ഈശോയെ ദേവാലയത്തിൽ മാതാപിതാക്കൾ സമർപ്പിക്കാനായിട്ട് പോകുന്നു. നിയമപ്രകാരമുള്ള എല്ലാ അനുഷ്ഠാനങ്ങൾക്കും വില കൊടുത്തുകൊണ്ട് തന്നെ ഈശോയെ ദേവാലയത്തിൽ സമർപ്പിക്കാനായി മാതാപിതാക്കൾ എത്തുന്നു. ഇവിടെ വളരെ സുന്ദരമായ ചില കാര്യങ്ങൾ അരങ്ങേറുകയാണ്. നമ്മൾ വായിച്ചു പോകുമ്പോൾ 2 കഥാപാത്രങ്ങളെ വല്ലാതെ കണ്ട് നമ്മളെ അങ്ങോട്ട് സ്ട്രൈക്ക് ചെയ്യും. മനസ്സിരുത്തി വായിച്ചു പോകുമ്പോൾ 2 ജീവിതങ്ങൾ വല്ലാതെ നമ്മളെ സ്വാധീനിക്കുന്നുണ്ട്. ഒന്ന് ശിമയോനും ഒന്ന് അന്നായുമാണ്. 2 പേരുടെ ജീവിതത്തിലേക്ക് നോക്കിയാൽ ഇവർ 2 പേരും ദൈവാത്മാവിൻ്റെ പ്രേരണ കേട്ടിട്ട് ആത്മാവിൻ്റെ വാഗ്ദാനത്തിന് വേണ്ടി കാത്തിരുന്നവരാണ്. അവർ പറഞ്ഞു, ശിമയോനോട് കർത്താവ് പറഞ്ഞു, രക്ഷ കാണുന്നത് വരെ നീ ജീവിച്ചിരിക്കും. എത്ര നാളുകളാണ് ഈ ശിമയോൻ എല്ലാ ദിവസവും എല്ലാ സമയവും ദേവാലയവുമായി ബന്ധപ്പെട്ട് ആ ദേവാലയത്തിൽ ശുശ്രൂഷകൾ ചെയ്ത് കടന്നുകൊണ്ടിരുന്നത്. കാരണം എന്താ? കർത്താവിൻ്റെ ഒരു വാഗ്ദാനമുണ്ട്, കാണുന്നത് വരെ മരിക്കുകയില്ല എന്ന്. വർഷങ്ങളുടെ കാലഘട്ടങ്ങളുടെ നീണ്ട കാത്തിരിപ്പിന് ശേഷമാണ്
ശിമയോൻ തൻ്റെ വാർദ്ധക്യത്തിൽ ഈ പറയുന്ന കർത്താവിൻ്റെ രക്ഷ അല്ലെങ്കിൽ രക്ഷകനെ കാണുന്നത്. ഒന്നാലോചിച്ച് നോക്കിയേ, 1-2 ദിവസമൊന്നുമല്ല. അന്നായുടെ ജീവിതം എടുത്തു നോക്കിയേ. കന്യകാ പ്രായം മുതൽ വെറും 7 വർഷക്കാലം ഭർത്താവിനോടൊത്ത് ജീവിച്ചു. ഒരു 13ഉം 7ഉം കൂട്ടിക്കോ. പിന്നെ 84 വയസ്സ് വരെ എന്ന് പറഞ്ഞാൽ ഏകദേശം 70 വർഷത്തിലധികം, 10-60 എങ്ങനെയാലും വർഷത്തിലധികം ദേവാലയത്തിൽ ഇവൾ കഴിഞ്ഞുകൂടി എന്നുള്ളതാണ്. എന്തിനു വേണ്ടിയിട്ടാ? കർത്താവിനെ കാണാൻ, കർത്താവിൻ്റെ രക്ഷ അനുഭവിക്കാൻ. ജീവിക്കുന്ന കർത്താവിനെ കണ്ടുമുട്ടാനും ഈ കർത്താവിനെ അനുഭവിക്കാനും നമുക്ക് പലർക്കും പറ്റാതെ പോകുന്നതിൻ്റെ ഒരു കാരണം സുന്ദരമായിട്ട് ഈ വചനം വെളിപ്പെടുത്തുന്നുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ, നമുക്ക് നമ്മുടെ അനുദിന ജീവിതത്തിൽ, പ്രാർത്ഥനാ ജീവിതത്തിൽ ഒരു കൺസിസ്റ്റൻസി ഇല്ല, നിലനിൽപ്പില്ല. ഇത് 1-2 വർഷത്തെ അല്ലെ, 10-60 വർഷത്തിൻ്റെ നിലനിൽപ്പോടുകൂടെയുള്ള ഒരു പ്രാർത്ഥനാ ജീവിതം. വചനം പറയുന്ന അന്ന പ്രാർത്ഥനയിലും ഉപവാസത്തിലും ദേവാലയത്തിൽ ദൈവത്തിൻ്റെ രക്ഷ കാത്തു കഴിഞ്ഞു ശിമയോനും. അതുകൊണ്ടാണ് കണ്ടു കഴിഞ്ഞോ പറഞ്ഞു, എന്നെ ഇനി സമാധാനത്തിൽ വിട്ടയക്കണമേ. കാരണം എന്താ? പ്രതീക്ഷിച്ചിരുന്ന രക്ഷ എൻ്റെ കണ്ണുകൾ കണ്ടു, ഞാൻ എൻ്റെ കർത്താവിനെ കണ്ടു. ഒരു ദൈവാനുഭവത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നവരും കർത്താവിനെ കാണാൻ ആഗ്രഹിക്കുന്ന ജീവിതങ്ങളിൽ നിശ്ചയമായിട്ടും ദൈവസ്നേഹത്തിലും പ്രാർത്ഥനയിലും ഉപവാസത്തിലും ദൈവം ആഗ്രഹിക്കുന്ന സ്ഥലത്തും കൃത്യമായ ജീവിതത്തിൻ്റെ തീരുമാനങ്ങളെടുത്ത് നിലനിൽക്കേണ്ടതുണ്ട്. നമ്മുടെ പലരുടെയും പ്രശ്നം, പ്രാർത്ഥനാ ജീവിതം പലപ്പോഴും വൈകാരിക വിഷയമായിട്ട് മാറും. നമ്മുടെ വൈകാരികത തൃപ്തിപ്പെടുന്ന അനുഭവങ്ങളൊക്കെ ദൈവാനുഭവത്തിൻ്റെ ഇടങ്ങളായും ദൈവാനുഭവത്തിൻ്റെ സാധ്യതകളൊക്കെ ആയിട്ട് നമ്മൾ തിരിച്ചറിയുകയാണ്. ഇവിടെ ഇവര് ഇത്രയും വർഷക്കാലം വളരെ ശാന്തമായി നിശബ്ദമായി പ്രാർത്ഥനയിൽ നിലനിന്നത് ആരും അറിഞ്ഞില്ല. ഇവർക്കാണ് വലിയ പ്രത്യേക ദൈവാനുഭവങ്ങളൊന്നും ഈ ഇന്നലകളുടെ വർഷങ്ങളോളമുള്ള അവരുടെ നിലനിന്ന പ്രാർത്ഥനാ ജീവിതത്തിൽ അവർ അനുഭവിച്ചതായിട്ട് എങ്ങും എഴുതി വെച്ചിട്ടില്ല. പക്ഷേ അവർ പ്രാർത്ഥനയിൽ വളരെ ശാന്തമായി തങ്ങളുടെ ജീവിതം നിലനിർത്തി എന്നുള്ളതാണ്. പ്രാർത്ഥനയിലും മാത്രമല്ല, ദൈവം അവരെവിടെ ആയിരിക്കണം, എവിടെയാണ് അവർക്കൊരു ദൈവാനുഭവം ഉണ്ടാകാൻ പോകുന്നത്, എവിടെയാണ് അവർ രക്ഷകനെ കണ്ടുമുട്ടുന്നത്, ആ ഇടത്തോട് ചേർന്ന് നിന്നു എന്നുള്ളത് കൂടിയാണ്. ദേവാലയത്തിലാണ് ഇവരുടെ ശേഷിച്ച ജീവിതം ഇവർ ചെലവഴിച്ചുകൊണ്ടിരുന്നത്. കാരണം എന്താ? കർത്താവിൻ്റെ വാഗ്ദാനമുണ്ട്. പരിശുദ്ധാത്മാവിനാൽ ഓൾറെഡി ഇവരോട് പറയപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയാൽ നിരന്തരം തങ്ങളുടെ ജീവിതം നയിക്കപ്പെടാൻ ഇവർ രണ്ടുപേരും തയ്യാറായെന്നുള്ളതാണ്. 2 പ്രായമായവര്, ശിമയോനും അന്നായും. ഇവരുടെ ജീവിതം നമ്മുടെ മുമ്പിൽ വെക്കുന്ന വെല്ലുവിളി മാത്രമല്ല, നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിൻ്റെ നിലനിൽപ്പും നമ്മുടെ ദൈവത്തോടുള്ള ബന്ധത്തിൻ്റെ നിലനിൽപ്പും എത്രമാത്രം ദൈവസ്നേഹത്തിൽ നിലനിന്ന് ജീവിക്കാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മളെന്നും, അങ്ങനെ കർത്താവിനെ അനുദിന ജീവിതത്തിൽ ജീവിതത്തിൻ്റെ നിസ്സാരമായ ഇടങ്ങളിലും സാധ്യതകളിലും കർത്താവിനെ കണ്ടുമുട്ടാനും കർത്താവിനെ അനുഭവിക്കാനും നമുക്കെല്ലാം സാധ്യമാണെന്നുള്ളതാണ് ഇവർ നമ്മളെ പഠിപ്പിക്കുന്നത്. നമുക്കിത് പലപ്പോഴും സാധ്യമാകും. ഒരു ദൈവാനുഭവവും ദൈവത്തെ കണ്ടുമുട്ടുന്ന അനുഭവങ്ങളൊക്കെ സാധ്യമാകാതെ പോകുന്നതിന് കാരണവും അതുതന്നെയാണ്. എന്താണ്? നമുക്ക് നിലനിൽപ്പില്ല, പ്രാർത്ഥനയിൽ നിലനിൽപ്പില്ല. ഒരാഴ്ച പ്രാർത്ഥിക്കും, 1 മാസം പ്രാർത്ഥിക്കും, ആ പ്രാർത്ഥനയുടെ ഒരു താല്പര്യം തോന്നാൽ ഏതാനും നാളുകൾ പ്രാർത്ഥിക്കും. ചിലപ്പോൾ 50 നോമ്പിന് പ്രാർത്ഥിക്കും, 25 നോമ്പിന് പ്രാർത്ഥിക്കും, 8 നോമ്പിന് പ്രാർത്ഥിക്കും, 3 നോമ്പിന് പ്രാർത്ഥിക്കും, ഉപവാസം എടുക്കും. അതിനുശേഷം കർത്താവ് ഇല്ലാത്തതുപോലെ ചിലർ ജീവിക്കുന്നത്. അപ്പോൾ പ്രാർത്ഥനാ ജീവിതം ദൈവസ്നേഹത്തിൽ ദൈവത്തോടുള്ള ബന്ധത്തിൽ നിലനിൽക്കുമ്പോൾ നിശ്ചയമായും കർത്താവിനെ കണ്ടുമുട്ടുന്ന അനുഭവവും ദൈവാനുഭവം നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാകും. ഒരു സംശയമില്ല. ഒരു ദൈവാനുഭവം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, എൻ്റെ കർത്താവിനെ എനിക്ക് കാണണം, എനിക്ക് എൻ്റെ കർത്താവിനെ അനുഭവിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പ്രാർത്ഥനാ ജീവിതത്തിലും ദൈവസ്നേഹത്തിലും ദൈവം ആഗ്രഹിക്കുന്ന ഇടങ്ങളിലും നാം നിലനിൽക്കേണ്ടതുണ്ട്, തുടരേണ്ടതുണ്ട് നമ്മുടെ ജീവിതം. 1-2 വർഷത്തിൻ്റെ കാത്തിരിപ്പല്ല, അനേകം വർഷങ്ങളുടെ ഡെക്കേഡ്സ് ഇവർ കാത്തിരുന്നില്ലേ? നൂറ്റാണ്ടുകൾ കാത്തിരുന്നില്ലേ ഇവര്? എത്ര നാളുകളാണ് കാത്തിരുന്നത്? നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള ഒരു കാത്തിരിപ്പാണ് ദൈവത്തെ കാണാൻ, ദൈവത്തെ അനുഭവിക്കാൻ ഈ ശിമയോനും അന്നായും കാത്തിരുന്നത്. അതുകൊണ്ട് നമ്മൾ ഒരുപക്ഷെ ദൈവത്തിൻ്റെ ചില വാഗ്ദത്തങ്ങൾ വൈകുമ്പോൾ ഭാരപ്പെടുന്നവരാണ് നമ്മൾ. ഇത്രയും വൈകിയിട്ടും ജീവിതത്തിൻ്റെ അന്ത്യകാലങ്ങളിലേക്ക് എത്തിയപ്പോഴാണ്, അല്ലെങ്കിൽ അവസാന ലീപ്പ് ഓട്ടം പൂർത്തിയാക്കുന്ന സമയത്താണ് ഒരു കർത്താവിനെ അനുഭവിക്കുന്ന കണ്ടുമുട്ടുന്നത്.
അതുവരെ അവർ ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളിൽ വിശ്വസിച്ചുകൊണ്ട്, ദൈവത്തെ അനുസരിച്ചുകൊണ്ട്, ദൈവത്തെ സ്നേഹിച്ചുകൊണ്ട് ജീവിച്ചു എന്ന് പറയാൻ നിസ്സാര കാര്യമൊന്നുമല്ല. നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ, പ്രാർത്ഥിച്ച വിഷയങ്ങൾ ഏതാനും നാളുകൾ വൈകിക്കഴിഞ്ഞാൽ, കുറച്ച് നാളത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മുടെ പ്രാർത്ഥനാ ജീവിതവും ദൈവത്തോടുള്ള ബന്ധത്തിനെല്ലാം വിരാമം ഇട്ടിട്ട് നമ്മൾ നമ്മുടെ വഴികൾ അന്വേഷിക്കും. ഇവരങ്ങനെയല്ല ചെയ്തേ. ദൈവ വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണെന്ന് വിശ്വസിച്ചുകൊണ്ട്, ദൈവത്തെ അനുസരിച്ചുകൊണ്ടുള്ള ഒരു ജീവിതക്രമം എടുത്ത്, ദൈവത്തെ സ്നേഹിച്ചുകൊണ്ട്, ആ സ്നേഹത്തിലും പ്രാർത്ഥനയും നിലനിന്നുകൊണ്ട് ദൈവത്തിൻ്റെ വാഗ്ദാനം എന്നെങ്കിലും പൂർത്തിയാകുമെന്നുള്ള വിശ്വാസത്തിൽ മരണം വരെ അവർ തുടർന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ ആ ദൈവാനുഭവം, ആ വാഗ്ദാനം പൂർത്തിയാകുന്നത് വരെ അവർ പ്രാർത്ഥനയിലും ദൈവസ്നേഹത്തിലും നിലനിന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ഇവരുടെ ജീവിതം നമുക്കൊരു മാതൃകയാണ്. ഇവരുടെ ജീവിതം നിലനിൽപ്പ്, പ്രാർത്ഥനാ ജീവിതത്തിൽ നിലനിൽപ്പ് ആഗ്രഹിക്കുകയും കർത്താവിനെ കണ്ടുമുട്ടാനും അനുഭവിക്കാനും ആഗ്രഹിക്കുന്ന നമുക്കുള്ളൊരു പ്രചോദനമായി ഇന്നത്തെ വായനകൾ നമുക്കെടുക്കാം. പരിശുദ്ധാത്മാവ് നമ്മെ അതിന് സഹായിക്കട്ടെ. ആത്മാവിൻ്റെ പ്രേരണ അനുസരിച്ച് ജീവിക്കുന്നവനായ കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിക്കാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ആമേൻ.